ഞാൻ അവരെ കൂടെ പോവുക സൂറത്ത. എന്തായാലും മറ്റന്ന് ആ വീട്ടിലൊരു കല്യാണം നടക്കുമ്പോൾ എനിക്കിവിടെ നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇന്ന് തന്നെ പോയാൽ അവിടുത്തെ ഒരുക്കങ്ങളും കാര്യങ്ങളൊന്നും കാണണ്ടല്ലോ. ഞാനും പോരാ. ഐശാന്റി കൂടെ ഉണ്ടെങ്കിൽ മിനുട്ടി ഹാപ്പിയാണ് പപ്പ. എന്നാ റസീലിരിക്ക്, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഇജ് പോകാൻ റെഡി ആയിക്കൂടെ ഐഷ? ഹലോ, അനക്ക് എന്താ വേണ്ടത്? എനിക്ക് വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? അപ്പൊ ഇച്ചിന്നെ ചതിക്കായിരുന്നു അല്ലേ? അനക്ക് കാര്യം മനസ്സിലായല്ലോ. അതന്നെയാണ് കാര്യം. എന്നെ കല്യാണം കഴിക്കാൻ പോണ ആളെ എന്തുകൊണ്ടും നിന്നെക്കാൾ നന്നായി ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ജോലിയുണ്ട്, പോരാത്തതിന് നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ടും. പിന്നെ ഇക്കെന്തിനാ അന്നെ പോലെ ഒരാൾ ആവശ്യം? കഴിഞ്ഞതൊക്കെ മറക്കാൻ എന്നെ കൊണ്ട് എങ്ങനെ പറ്റണു അതി? അങ്ങനെ മറക്കാൻ പറ്റുന്നില്ലെങ്കിലേ വല്ല റെയിലിനും പോയി തല വെക്കാൻ നോക്ക്. അന്നോട് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നതൊക്കെ നേരാ എന്ന് കരുതിയിട്ട് അന്നെ പോലെ ഉള്ള ആളെ കൂടെ ജീവിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. മേലെ ഈ കാര്യം പറഞ്ഞ് എനിക്ക് നീ വിളിച്ചാലുണ്ടല്ലോ, കല്യാണം കഴിക്കണം പോലും. കല്യാണം കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ബാക്കിലൊക്കെ നാട്ടിൽ നിർത്താൻ നേരം കിട്ടിയിട്ടില്ല. ഇന്നെക്കൊണ്ട് ഞാൻ ഒന്നിനും പറ്റും തോന്നണില്ല. എന്റെ ഒരുക്കം കഴിഞ്ഞില്ല ആദിയെ. ഈ മഴത്തൊക്കെ തന്നെ ചെന്നോക്ക്, അടുക്കളയിൽ ഒറ്റക്കല്ലേ. ഞാൻ കിച്ചണിക്ക് ചെന്നിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഷാനോക്ക. എനിക്കൊരു ചായ ഉണ്ടാക്കാൻ പോലും അറിഞ്ഞൂടാ. ഞാനിവിടെ ഷാനോക്കന്റെ കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ മുണ്ടിയും പറഞ്ഞിട്ടൊക്കെ ഇരുന്ന് നേരം കളഞ്ഞോളാം. അറിയാത്ത കാര്യങ്ങളൊക്കെ ഉമ്മാന്റെ കൂടെ ചെയ്യുമ്പോൾ പഠിഞ്ഞോളൂ. ഈ ചെല്ല് ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുമ്പോ അമ്മക്ക് എന്താ തോന്നാ? അതിനൊക്കെ ഇനിയും ടൈമില്ല ഷാനോക്ക. കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയല്ലേ ആയിട്ടുള്ളൂ. നമുക്കൊന്ന് വൈകിട്ടൊന്ന് പുറത്തു പോയാലോ? എനിക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ട്. ഷോപ്പിങ്ങിനൊക്കെ പോവാം. ഇപ്പൊ തൽക്കാലം ചെല്ലും അടുത്തേക്ക്. എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടാവും അവിടെ. പക്ഷെ വൈകിട്ട് ഷോപ്പിങ്ങിന് കൊണ്ടുപോകുന്ന കാര്യം മറക്കരുത്. ഓക്കെ, സമ്മതിച്ചു. ചെല്ല്. കുറച്ചു നേരം ഇവിടെ ചുറ്റിപ്പറ്റി നിന്നിട്ട് റൂമിൽ തന്നെ പോവാം. മൂത്തമ്മ ക്ലീനിങ്ങിലാണോ? ഞാൻ എന്തെങ്കിലും ചെയ്യണോ? ഞാൻ അന്നെ വിളിക്കാൻ നിൽക്കുകയായിരുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷം നാലോറൊന്നും ചൂരെടുത്ത് അരച്ചൂരിട്ടില്ല എൻ്റെ ആദ്യേ. എന്താ മുറ്റത്തൊക്കെ ഒരു കോലം കെടുക്കുന്ന വെച്ചിട്ടാ മുത്തമ്മാടെ കുട്ടി ചെന്നിട്ടേ നാലോറ മൊത്തം ഒന്ന് അടിച്ചു വരി കത്തിച്ചാളെ. അനക്കറിയാലോ, ഇത്രയും കാലം ഈ പേരയും കൂടും ചുറ്റോറും മൊത്തം കൊണ്ടിറങ്ങുന്ന മൂത്തമ്മ ഒരാളാണ്. വയസ്സായി വരികയല്ലേ, ഇന്നിപ്പോ ഒന്നിനും നോക്കണ്ട. അതുകൊണ്ട് ഇജ് വേണം ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്യാന്. ഒരു പേരയും കൂടിയും കൊണ്ടിറക്കണോടുത്താ പെൺകുട്ടികളെ ഹൗസ്. ഇവിടുത്തെ ജോലികൾ എടുക്കാനല്ല ഞാൻ വന്നത്. ഇവിടെ ഉറങ്ങിയൊരു രാജകുമാരനെ പോലെ കഴിയാനാ. അത് ഞാൻ നടത്തും ചെയ്യും. അല്ല പിന്നെ
ഇജെന്താ ആലോചിച്ച് നിക്കണ ആദ്യേ വെയില് ചൂടാവണതിന്റെ മുന്നേ ചെന്ന് അടിച്ചു വരാൻ നോക്ക്. അത് കഴിഞ്ഞിട്ടേ താഴി മോളും മൊത്തം ഒന്ന് അടിച്ചു വരിട്ട് തുടക്കും ചെയ്താളെ. നല്ല മാറാറ കെട്ടിക്കണ്, അതൊക്കെ നല്ല വൃത്തിയാക്കി കളട്ടാ. നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ആയിട്ട് അടിക്കാനും തുടക്കാനൊക്കെ ആയിട്ട് ആരെങ്കിലും വെച്ചൂടെ മൂത്തമ്മ? അതാവുമ്പോ മൂത്തമ്മക്കൊരു റെസ്റ്റും ആവുമല്ലോ. അതൊന്നും നമുക്ക് എത്തിപ്പോണ കാര്യമല്ല. നമ്മള് രണ്ടാളുള്ളോടത്ത് പിന്നെ എന്തിനാ വേറൊരു പണിക്കാരിയുടെ ആവശ്യം? ഇവിടെ അടുക്കളത്തെ പണിയും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ കൊണ്ടടക്കണത്. അടിക്കലും തുടക്കലും ബാക്കിയുള്ള ചുറ്റുപാടൊക്കെ പനക്ക് നോക്കാനുള്ളതല്ലേ ഉള്ളൂ. ചെല്ല്. തൽക്കാലം ഇപ്പൊ ഇങ്ങനെ പോട്ടെ. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ സോപ്പ് ഇട്ടിട്ടാണെങ്കിലും ഷാനാക്കാനെ കൊണ്ട് പണിക്കൊരാളെ വെപ്പിക്കണം, അല്ലാതെ നടക്കൂല. ആയിഷ തിരക്കിലാണോ? അല്ല സാറേ, ഞാൻ മീനുട്ടിയുടെ ഡ്രസ്സുകളൊക്കെ ഒന്ന് മടക്കി വെക്കായിരുന്നു. എന്റെ സാറിന് എന്തെങ്കിലും വേണോ? ഒന്നുമില്ല. നാളെ 10 മണിക്കാണ് ഫ്ലൈറ്റ്. ഞാൻ രാവിലെ ഇറങ്ങും. ആയിഷ മോളെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കുമെന്നറിയാം. എന്നാലും പറയാ ഞാൻ മോളെ ഞാൻ ആയിഷാനെ ഏൽപ്പിച്ചിട്ടാണ് പോണത്. കാര്യങ്ങളൊക്കെ ആയിഷക്ക് അറിയാലോ. സാറ് ധൈര്യമായിട്ട് പോയിക്കോളി. മോളെ ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം. അവിടുത്തെ കാര്യങ്ങളൊക്കെ റെഡിയായ ഞാൻ മോളെ കൊണ്ടുപോകും. അപ്പോത്തിന് ഇൻഷാ അല്ലാ ആയിഷക്ക് ഞാൻ നല്ലൊരു ജോലി വേറെ ശരിയാക്കാം. അതുപോലെ മതി. സാറ് ശരിയാക്കി തരുന്ന എന്ത് ജോലിയാണെങ്കിലും അതെനിക്ക് വിശ്വാസമാണ്. എൻ്റെ പെരക്കാരൊരു വിവരം അറിയാത്ത ഏതെങ്കിലും നാട്ടിൽ എനിക്ക് ജീവിച്ചാൽ മതി. ശരി, എന്നാ എനിക്ക് കുറച്ചും കൂടി പാക്കിങ്ങും ബാക്കിയുണ്ട്. രാവിലെ പോവാനുള്ളതല്ലേ. ആയിഷ എന്നാ മോളെ ഉറക്കിയിട്ട് കിടന്നു. ആ സാറ് പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ നോക്കിക്കോളി. മോളെ ഞാൻ ഉറക്കി കൊടുത്തോളാം. മീനുട്ടിയെ, ആഹാ നല്ല കളിയിലാണല്ലോ. സമയം ഒരുപാടായി, ഉറങ്ങണ്ടേ? ബേബിക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട് അടുത്ത പാട്ട് പാടി തരുമോ? പാട്ടൊക്കെ പാടിത്തരാം. നല്ല കുട്ടിയായിട്ട് 2 കുട്ടികളും കിടന്ന് ഉറങ്ങിക്കോ. Thank you.
ഹലോ ആരാ? ഞാനാരാ നിങ്ങൾക്കറിയില്ലെങ്കിലും നിങ്ങളെ ഭാര്യക്ക് നന്നായിട്ട് അറിയുണ്ടാവും. ആദ്യയുടെ ഫ്രണ്ട് ആരെയാണോ? വെറും ഫ്രണ്ട് മാത്രല്ല, നിങ്ങളെ ഭാര്യക്ക് ഇങ്ങളിപ്പോ ആരാണോ അതേ സ്ഥാനായിരുന്നു നിങ്ങളെ കല്യാണം തീരുമാനിക്കും വരെ. എന്തൊക്കെ വ്യക്തിയടങ്ങളെ പറഞ്ഞു? ഞാൻ പറഞ്ഞത് കേട്ടിട്ട് നിങ്ങൾ വിശ്വസിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ ഫോണിൽ വെച്ചിട്ട് നിങ്ങൾ വാട്സപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന സത്യം ഇവിടെയും ശരിവെച്ചിരിക്കുന്നു. ഇനി ഇവളുടെ കള്ളത്തരങ്ങൾ നാടും വീടും അറിയട്ടെ. ഇവൾ ഈ കൂടപ്പിറപ്പിനോട് ചെയ്തു കൂട്ടിയ ദുഷ്ടത്തരങ്ങൾക്ക് കാലം ഇവളോട് എണ്ണി എണ്ണി കണക്ക് ചോദിക്കുന്ന നിമിഷം. കാത്തിരിക്കാം അടുത്ത എപ്പിസോഡിനായി. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആഴ്ചയുടെ അവസാന എപ്പിസോഡിനായി കാത്തിരിക്കാം.